അടുക്കളയിലേക്കും വ്യാപിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ രാജ്യത്തെ പാചകവാതക വിലയിൽ വൻ വർധന. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 115 രൂപയും വർദ്ധിപ്പിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയിലെ സാധാരണക്കാരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ പാചകവാതക വിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. കൊച്ചിയിൽ ഗാർഹിക സിലിണ്ടറിന് 1883 രൂപയാകും. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1883 രൂപയുമായി. ചെന്നൈയിൽ 928 രൂപ 50 പൈസ, 2043 രൂപ 50 പൈസ, മുംബൈയിൽ 912 രൂപ 50 പൈസ, 1835 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് നിരക്ക്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുതിപ്പാണ് ഈ വിലക്കയറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതും ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചതും ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയെ സാരമായി ബാധിച്ചു. ഇതോടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മാറ്റമില്ലാതെ തുടർന്ന പാചകവാതക വിലയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. നിലവിൽ രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായതാണ് നിലവിലെ സാഹചര്യം. പാചകവാതക വില വർദ്ധിപ്പിച്ചതിനോടൊപ്പം സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ്. ബുക്കിംഗുകളിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടായതിനു പിന്നാലെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഗാർഹിക LPG റീഫില്ലുകൾക്ക് 21 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. യുദ്ധം പാചകവാതക ക്ഷാമം സൃഷ്ടിക്കുമെന്ന ഭീതിയെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിലിണ്ടർ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണുണ്ടായത്. ഇത് വിപണിയിൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് കണ്ടാണ് കമ്പനികളുടെ നടപടി. 2025 ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരുന്നത്. വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപ വർദ്ധിച്ചതോടെ ഹോട്ടൽ ഭക്ഷണ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കാൻ സാധ്യതയേറെയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.